സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന്റെ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഉത്തമമായ വിശ്വാസം എന്ന് പറയുന്നത്? ഭഗവാനോടുള്ള ഭക്തിയിൽ ഉത്തമമായ വിശ്വാസത്തിന് വലിയ സ്ഥാനമുണ്ട്. ഭഗവത് പ്രാപ്തി വരെ നേടാനായിട്ട് സാധിക്കും, ഭഗവാനെ വരെ പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും ഭഗവാനോട് ഉത്തമമായ വിശ്വാസം ഉണ്ടെങ്കിൽ. ഈ ഒരു കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു പുളിമരത്തിന്റെ ചോട്ടിൽ ഒരു ഭക്തൻ ഇരുന്ന് ധ്യാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ വരുന്നുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അശ്രുക്കൾ ഒഴുക്കുന്നത്? അദ്ദേഹത്തിന് ഭഗവാനെ കാണണമെന്ന് വളരെ വലിയ രീതിയിൽ ആഗ്രഹമുണ്ട്. ഭഗവാനെ ഈ ഒരു ജന്മത്തിൽ ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു ഭക്തനാണ് കേട്ടോ. ഭഗവാന്റെ വളരെയധികം ഭഗവാനോട് വിശ്വാസം അർപ്പിച്ച് ജീവിച്ച് ധ്യാനിച്ചു വരുന്ന ഒരു ഭക്തനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഈ അശ്രുക്കൾ വാർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദ മുനി അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നു വരുന്നത്. നാരദ മുനിയോട് അദ്ദേഹം പറയുകയാണ്, അങ്ങ് എത്ര ഭാഗ്യവാനാണ്, അങ്ങയുടെ ജന്മം എത്ര ഭാഗ്യം ചെയ്ത ജന്മമാണ്. ഭഗവാന്റെ ശ്രീമദ് നാരായണന്റെ ആ ഒരു വൈകുണ്ഠത്തിൽ അങ്ങേക്ക് എന്നും പ്രവേശനമുണ്ട്. ഭഗവാന്റെ ആ ഒരു പരമപുണ്യമായ ദർശനം അങ്ങേക്ക് എന്നും പ്രാപ്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സദാസമയം അങ്ങയുടെ നാവിൽ നാരായണ നാമങ്ങളാണ് വരുന്നത്. അങ്ങ് എത്ര ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് നാരദ മുനിയോട് ഈ ഒരു ഭക്തൻ പറയുകയാണ്. അങ്ങേ പോലൊരു പരമഭക്തനെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ എങ്കിലും എൻ്റെ ഈ ജന്മത്തില് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് ഭഗവാൻ നാരായണൻ എന്ന് പറയുന്നത് എൻ്റെ ജീവശ്വാസം പോലെയാണ്. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഭഗവാൻ നാരായണൻ. എനിക്ക് ഈ ഒരു ജന്മത്തിൽ ഭഗവാന്റെ ആ ഒരു തിരുസ്വരൂപം എൻ്റെ ഈ കണ്ണുകളിലൂടെ കാണണം എന്നത് എൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ തിരുവടിയിൽ മോക്ഷം പ്രാപിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ജന്മത്തിൽ എനിക്കുള്ള വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങക്ക് എപ്പോൾ വേണമെങ്കിലും വൈകുണ്ഠത്തിൽ പ്രവേശിക്കാമല്ലോ, ആരും അങ്ങേ തടയില്ലല്ലോ. ആ വൈകുണ്ഠത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്, ആ ഭഗവാന്റെ ദർശനം പ്രാപ്തമാക്കുന്നതിൽ നിന്ന് അങ്ങേ ആരും തടയില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ വൈകുണ്ഠത്തിൽ പോകുമ്പോൾ എൻ്റെ ഈ ആഗ്രഹം, എൻ്റെ ഈ മോഹം ഭഗവാന്റെ ആ ഒരു തിരുവടിയിലേക്ക് അങ്ങ് വെക്കണം. ഭഗവാൻ എന്തു പറഞ്ഞു എന്ന് എന്നോടൊന്നും വന്ന് പറഞ്ഞു തരണമെന്ന് ഈ ഭക്തൻ നാരദ മുനിയോട് പറയുകയാണ്. അങ്ങനെ ഈ ഭക്തൻ പറയുന്നത് കേൾക്കുന്ന നാരദ മുനിക്ക് ഈ ഭക്തനോട് വളരെ വലിയ സഹാനുഭൂതിയും സഹതാപവും ഒക്കെ തോന്നുകയാണ്. ഭഗവാനെ അത്രമേൽ പ്രിയപ്പെട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവാനെ മാത്രം ധ്യാനിച്ച് ജീവിക്കുകയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ നാരദ മുനി ഉറപ്പിക്കുകയാണ്, എന്തായാലും വൈകുണ്ഠത്ത് പോകുന്ന സമയത്ത് ഭഗവാനോട് ഇദ്ദേഹത്തിൻ്റെ കാര്യം സംസാരിക്കണം, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഭഗവാനോട് പറയണം. എന്നിട്ട് ഭഗവാന്റെ അഭിപ്രായം എന്താണെന്നും ഭഗവാൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നും ഇദ്ദേഹത്തിനോട് വന്ന് പറയണം, അതായത് ഇദ്ദേഹത്തെ അറിയിക്കണം എന്ന് നാരദ മുനി തീർച്ചയാക്കി. അങ്ങനെ നാരദ മുനി ഇദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങയുടെ ഈ വലിയ ആഗ്രഹം ഞാൻ ഉറപ്പായും ഭഗവാനെ അറിയിക്കുന്നതാണ്. ഭഗവാൻ എന്തു പറയുന്നുവോ അത് തന്നെ ഞാൻ ഇവിടെ വന്ന് അങ്ങയെ അറിയിക്കുന്നതുമാണ്. എന്നും ഭഗവാന്റെ അനുഗ്രഹം അങ്ങേക്ക് പ്രാപ്തമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപം അങ്ങയുടെ കണ്ണുകളിലൂടെ അങ്ങേക്ക് കാണാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നാരദ മുനി വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. വൈകുണ്ഠത്ത് എത്തുന്ന നാരദ മുനി കവാടമൊക്കെ തുറന്ന് പോകുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ക്ഷീരസാഗരത്തില് അനന്തശായി ആയിട്ടിരിക്കുന്ന ഭഗവാനെ, ലക്ഷ്മി ദേവിയുടെ സമീപമായിട്ടിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത്. ആ ഒരു തിരുസ്വരൂപം ഓരോ തവണ കാണുന്ന സമയത്തും നാരദ മുനിയുടെ ഉള്ളിങ്ങനെ നിറയുകയാണ്. ആ ക്ഷീരസാഗരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ കാണുമ്പോൾ നിർഗളമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭക്തി ഒഴുകുകയാണ്. ഉടനെ തന്നെ ഭഗവാന്റെ കാൽക്കലിൽ വീണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ചതിന് ശേഷം നാരദ മുനി ഭഗവാനോടായിട്ട് പറയുന്നുണ്ട്. ഭഗവാന് എല്ലാം മനസ്സിലാവും അല്ലേ? നാരദ മുനിയെ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഭഗവാനെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ നാരദ മുനിയോട് ചോദിക്കുന്നുണ്ട്, വരൂ നാരദ മുനി, എന്താണ് വരവിന്റെ ഉദ്ദേശം എന്ന് ഉണർത്തിച്ചോളൂ എന്ന് ഭഗവാൻ നാരദ മുനിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നാരദ മുനി ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, ഭൂമിയിൽ
അങ്ങയുടെ വളരെ വലിയ ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മം മുഴുവനും അങ്ങയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുകയാണ്. അങ്ങേക്ക് അറിയാൻ സാധിക്കുന്നില്ലേ ഭഗവാനെ, ഭൂമിയിൽ ആ പുളിമരത്തിന്റെ താഴെ അങ്ങയും പ്രതീക്ഷിച്ച് അങ്ങയിലുള്ള വിശ്വാസവും ഭക്തിയും അർപ്പിച്ച് സർവവും സമർപ്പിച്ച് അദ്ദേഹം കാത്തിരിക്കുകയാണ് അങ്ങയുടെ വരവിനായിട്ട്. അത്രമേൽ പ്രിയമാണ്, അത്രമേൽ സ്നേഹമാണ് അദ്ദേഹത്തിന് അങ്ങോട്ടുള്ളത്. അങ്ങ് എപ്പോഴാണ് അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തിയെ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്ന് നാരദമുനി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാരദമുനിയുടെ ഈ ചോദ്യം കേൾക്കുന്ന ഭഗവാൻ നാരദമുനിയോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം കാണുന്നുണ്ട് നാരദമുനി, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് പൂർവജന്മത്തില് ഒരുപാടധികം മോശം കർമ്മഫലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പുളിമരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മങ്ങൾ എടുത്താൽ മാത്രമേ എൻ്റെ ദർശനം പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ അദ്ദേഹത്തിന് ദർശനപ്രാപ്തി നൽകുകയില്ല എന്ന് നാരദമുനിയോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ വാക്ക് കേൾക്കുന്ന നാരദമുനി ആകെ വിഷമപ്പെട്ടു. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, എന്താണ് ഭഗവാൻ ഈ പറയുന്നത്? ആ പുളിമരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മം അദ്ദേഹം ഇനിയും എടുക്കണമെന്നോ അങ്ങയുടെ ദർശനം പ്രാപ്തമാക്കാനായിട്ട്? ഇത് വളരെയധികം കഷ്ടമല്ലേ ഭഗവാനെ? അദ്ദേഹത്തിന്റെ ഭക്തിയെ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുകയാണോ ഭഗവാനെ എന്ന് നാരദമുനി വീണ്ടും ഭഗവാനോട് ചോദിച്ചു. അപ്പൊ ഭഗവാൻ നാരദമുനിയോട് വീണ്ടും പറഞ്ഞു, നാരദമുനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൂർവജന്മ കർമ്മഫലങ്ങൾ ഏറെയുണ്ട്. അതും വളരെ ദുഷിച്ച കർമ്മഫലങ്ങളാണ്. അതിന്റെ ഫലം അദ്ദേഹം അനുഭവിച്ചേ തീരൂ. അതിനായി അദ്ദേഹം ഇത്രയേറെ ജന്മങ്ങൾ എടുക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഈ ജന്മങ്ങളെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ ദർശനപ്രാപ്തി അദ്ദേഹത്തിന് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇത് കേട്ട് നാരദമുനി വളരെയധികം സങ്കടത്തോടു കൂടി ഭൂമിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യം അറിയിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവാനോടുള്ള പ്രണാമം അർപ്പിച്ചതിന് ശേഷം നാരദമുനി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് പോവുകയാണ്. നാരദമുനി ഭൂമിയിൽ എത്തുന്ന സമയത്ത് എന്താണ് കാണുന്നത്? അതേ പുളിമരത്തിന്റെ ചോട്ടിൽ ആ ഭക്തൻ അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഇപ്പോഴും ധാരധാരയായി അശ്രുക്കൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം ഭഗവാനെയും പ്രതീക്ഷിച്ചുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവാനിൽ സദാ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ നാരദമുനി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ്. നാരദമുനിയെ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നാരദമുനിയോട് ചോദിക്കുകയാണ്, അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നല്ലേ നാരദമുനി വരുന്നത്? എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഞാൻ ചോദിച്ച കാര്യം, എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ആ വളരെ വലിയ നാളത്തെ ആഗ്രഹം, എൻ്റെ ഈ ജന്മസാഫല്യം ഒന്ന് ഭഗവാനെ അറിയിച്ചുവോ? എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് നാരദമുനിയോട് ആര് ചോദിക്കുന്നത്? ആ ഭക്തൻ ചോദിക്കുകയാണ്. പക്ഷേ നാരദമുനി വളരെയധികം സങ്കടത്തോടുകൂടി അദ്ദേഹത്തിനോട് പറയുകയാണ്, എനിക്ക് താങ്കളുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഭഗവാൻ പറഞ്ഞ കാര്യമാണിത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങേ ഇത് അറിയിക്കുന്നത് എന്ന്. ഈ പുളിമരത്തിൽ എത്രയേറെ ഇലകളുണ്ടോ അത്രയും ജന്മം താങ്കൾ ജന്മങ്ങൾ എടുക്കണം. അതിനുശേഷം മാത്രമേ ഭഗവാന്റെ ആ ദിവ്യ ദർശനം പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സത്യം താങ്കൾ അംഗീകരിച്ചേ മതിയാവൂ എന്ന് നാരദമുനി വളരെയധികം വിഷമത്തോടു കൂടി ആ ഭക്തനെ അറിയിക്കുകയാണ്. അപ്പോൾ നാരദമുനി പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഭക്തൻ വളരെയധികം തകർന്നു പോവും. ഭഗവാന്റെ ഈ ഒരു അറിയിപ്പ് കേൾക്കുന്ന സമയത്ത് വളരെയധികം ആ ഭക്തൻ തകർന്ന് വീണു പോവും എന്നതാണ് വിചാരിച്ചത്. പക്ഷേ നാരദമുനിയുടെ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടാണ് ഇവിടെ സംഭവിച്ചത്. നാരദമുനിയുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന ഭക്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സ് നിറയുകയാണ്, അദ്ദേഹത്തിന് ഒരു വിശ്വാസമാവുകയാണ്. അതായത് ഇത്രയേറെ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാലെങ്കിലും എനിക്ക് ഭഗവാന്റെ ദർശനം പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. അതായത് ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവും, എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവാതിരിക്കില്ല. എൻ്റെ ഭക്തി ഭഗവാൻ കണ്ടില്ല എന്ന് നടിക്കില്ല. ഉറപ്പായും അപ്പോൾ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവും. എൻ്റെ ജന്മം ധന്യമായി. ഇനി ഞാൻ ഇത്രയേറെ ജന്മങ്ങൾ എടുത്താൽ എന്തായാലും ഉറപ്പായിട്ടും ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് സന്തോഷത്തിന്റെ പുറത്ത് അദ്ദേഹം തുള്ളിച്ചാടുകയാണ്. അദ്ദേഹം നാരദമുനിയുടെ കാൽക്കലിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ്. നാരദമുനിയോട് ഒരുപാടധികം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ ഈ വലിയ ആഗ്രഹം ഭഗവാനോട് അറിയിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദിയുണ്ട് നാരദമുനി. എനിക്ക് എൻ്റെ ആഗ്രഹം സാഫല്യത്തിലേക്ക് എത്തുകയാണ്. ഉറപ്പാവും സാഫല്യത്തിലേക്ക് അത് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം അദ്ദേഹം ആലോചിച്ച് തുള്ളിച്ചാടുകയാണ്. അദ്ദേഹം ഇങ്ങനെ തുള്ളിച്ചാടുമ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഭജിച്ചു
സ്മരിച്ചുകൊണ്ട് നാരായണ, മഹാവിഷ്ണു, ഗോവിന്ദ, വാസുദേവ, മാധവ ഇങ്ങനെ ഭഗവാന്റെ ഓരോ നാമങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നത്. അപ്പോൾ ഇത് കാണുന്ന നാരദമുനിക്ക് ആകെ ആശ്ചര്യമാവുകയാണ് ചെയ്യുന്നത്. ഇത്രയേറെ ജന്മങ്ങൾ ഭഗവാനെ കാണാനായി താങ്കൾ ജനിക്കണമെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയേറെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഈ ഭക്തൻ എത്ര വലിയ ഭക്തനായിരിക്കും? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാനെ കാണാനുള്ള ആ ആഗ്രഹം എത്ര തീവ്രമായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് നാരദമുനി അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. നാരദമുനി അങ്ങനെ ഈ ഒരു ഭക്തന്റെ സന്തോഷ പ്രകടനം വളരെയധികം ആശ്ചര്യത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ടും തുള്ളിച്ചാടുകയാണ്. അപ്പോഴാണ് അതാ ആ ദിവ്യപ്രകാശം ഭൂമിയിൽ എത്തുകയാണ്. ഭഗവാന്റെ ആ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി, ആ ഒരു വലിയ പ്രകാശത്തോടു കൂടി, ആ ഒരു സുദർശന ചക്രത്തിന്റെ ആ ഒരു വെളിച്ചത്തോടു കൂടി ഭൂമിയിൽ അങ്ങനെ അദ്ദേഹം നിൽക്കുന്ന ആ സ്ഥലം അങ്ങനെ വലിയൊരു വെളിച്ചം ഇങ്ങനെ തൂകി നിറയുകയാണ്. വൈകുണ്ഠനാഥൻ തന്റെ ഭക്തനെ കാണാനായി, തന്റെ ഭക്തന്റെ ആഗ്രഹം സാധിക്കാനായി, തന്റെ ഭക്തനെ അത്രയേറെ സ്നേഹിക്കുന്ന ഭഗവാൻ ഭക്തന് വേണ്ടി ഭൂമിയിൽ അതാ വരികയാണ്. സുദർശന ചക്രവുമായി ലക്ഷ്മി സമേതനായി അനന്തനോടൊപ്പമാണ് ആ വലിയ രീതിയിൽ ദർശനം കൊടുക്കുന്നത് ആ ഒരു ഭക്തന്. അദ്ദേഹത്തിന്റെ വിശ്വാസം അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭഗവാനെ. ആ ഭഗവാൻ ഭക്തന് വേണ്ടി ഭൂമിയിൽ ദർശനം കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഭഗവാനെ നേരിൽ കാണുന്ന ആ ഭക്തന്റെ വികാരം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഭഗവാന്റെ ആ നാരായണ രൂപം, ആ ഒരു വൈകുണ്ഠനാഥനായിട്ടുള്ള രൂപം, ജനാർദ്ദന രൂപം നേരിട്ട് കാണുന്ന ആ ഭക്തന്റെ ശരീരമാകെ വെട്ടിവിറക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം ഭഗവാന്റെ ആ കാൽക്കലിൽ തൃപ്പാദത്തിൽ കടന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ കടന്ന് ആലിംഗനം ചെയ്ത് കടന്ന് കരയുകയാണ്. ഭഗവാന്റെ പാദം മുഴുവൻ അദ്ദേഹത്തിന്റെ അശ്രുക്കളാൽ അങ്ങനെ നനഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ ധാരധാരയായ അശ്രുക്കൾ വരികയാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ പറയണം, ഈ ഭൂമിയിൽ ഇത്രമേൽ ചരാചരങ്ങളുള്ള ഈ ഭൂമിയിൽ ഈ ഒരു സാധു വ്യക്തിക്ക്, ഈ ഒരു സാധുവായ ഒരു തൃണം പോലത്തെ ഒരു വ്യക്തിക്ക് വേണ്ടി ആ ഒരു വ്യക്തിയുടെ ഭക്തി കണ്ട് ഏറ്റവും വലിയ ഭക്തവത്സലനായ, ഏറ്റവും വലിയ മഹാപ്രഭുവായ ഭഗവാൻ ഭൂമിയിലേക്ക് വന്നുവല്ലോ. അങ്ങയുടെ ആ ഒരു മനസ്സ്, അങ്ങയുടെ മനസ്സിന് എൻ്റെ വളരെ വലിയ പ്രണാമം, അങ്ങയുടെ കാൽക്കലിൽ എന്നെ തന്നെ ഞാൻ അർപ്പിക്കുന്നു ഭഗവാനെ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ ആലിംഗനം ചെയ്ത് കടന്ന് ഭഗവാനോട് പറയുകയാണ്, ഇനി ഒരു ക്ഷണം പോലും എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ ഭഗവാനെ? എൻ്റെ കണ്ണുകളിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്, എൻ്റെ ഈ കാഴ്ചയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ അങ്ങിൽ സമർപ്പിക്കുന്നു ഭഗവാനെ എന്ന് അദ്ദേഹം സ്വയം സമർപ്പിതനായി ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ അദ്ദേഹത്തെ ഭഗവാന്റെ കൂടെ സ്വീകരിച്ച് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ നാരദമുനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നാരദമുനി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങല്ലേ പറഞ്ഞത് ഈ ഒരു പുളിമരത്തിൽ എത്രയേറെ പുളി ഇലകളുണ്ടോ അത്രയും അധികം ജന്മങ്ങൾ അദ്ദേഹം എടുക്കണം അങ്ങയുടെ ദർശനപ്രാപ്തി നേടാനായിട്ട് എന്ന് അങ്ങല്ലേ പറഞ്ഞത് എന്ന് നാരദമുനി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. കുറച്ചധികം പരിഭ്രമത്തോടു കൂടിയും ഭഗവാൻ എന്തിനാണ് എന്നോട് ഒരു നുണ പറഞ്ഞത് എന്ന ചിന്താഗതിയോടുകൂടിയൊക്കെ നാരദമുനി ഭഗവാനോട് ചോദിക്കുകയാണ്. എന്തിനാണ് ഭഗവാനെ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? എന്തിനാണ് ഇത്രയേറെ ജന്മങ്ങൾ അദ്ദേഹം എടുക്കണമെന്ന് പറഞ്ഞു, പക്ഷേ അങ്ങ് ആവട്ടെ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ദർശനം കൊടുക്കുകയും ചെയ്തു. എന്തിനാണ് ഭഗവാനെ അപ്പോൾ എന്നോട് മാത്രം ഇങ്ങനെ പറഞ്ഞത് എന്ന് നാരദമുനി ഭഗവാനോടായിട്ട് ചോദിച്ചു. നാരദമുനിയോടായിട്ട് ഭഗവാൻ പറഞ്ഞു, അതേ നാരദമുനി, ഞാൻ അങ്ങയോട് പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹത്തിന് പൂർവജന്മ കർമ്മഫലമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് എന്നെ പ്രാപ്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയേറെ ജന്മങ്ങളും എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എൻ്റെ മേലുള്ള വിശ്വാസം തന്നെയായിരുന്നു. അങ്ങ് ഇവിടെ വന്ന് അദ്ദേഹത്തിനോട് ഈ ഒരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യം അറിയിച്ച സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു തരി പോലും നിരാശയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എൻ്റെ മേലെ അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ദർശന പ്രാപ്തിക്കായിട്ട്
ചെയ്യാനായിട്ട് എത്ര ജന്മം എടുക്കാൻ വേണ്ടി പോലും അദ്ദേഹം തയ്യാറായിരുന്നു. അത് തന്നെയാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഭഗവാനെ പ്രാപ്തമാക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് എത്ര ത്യാഗം സഹിക്കാനും ഒരു ഭക്തൻ തയ്യാറായിരിക്കണം. അത് മാത്രമല്ല, ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവത് നാമസങ്കീർത്തനം തന്നെയാണ്. ആ വ്യക്തി എന്നും ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്നിൽ സമർപ്പിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് ഇത്രമേൽ വലിയ ഭക്തന് ഞാൻ എങ്ങനെയാണ് പ്രസാദിക്കാൻ വൈകുന്നത്? എന്തിനാണ് ഞാൻ പ്രസാദിക്കാൻ വൈകുന്നത്? എന്നെ മാത്രമല്ലേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ, എന്നെ പ്രാപ്തമാക്കാനല്ലേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. എന്തിനാണ് അദ്ദേഹം ഈ നാമം ജപിക്കുന്നതിലൂടെ എന്നെ സമർപ്പിച്ച് അല്ലെങ്കിൽ എന്നിൽ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ കർമ്മഫലവും ഇല്ലാതെയായി. അപ്പോൾ എന്തിനാണ് ഇനി അദ്ദേഹത്തിന്റെ ഭക്തിയെ ഞാൻ കാണാതിരിക്കുന്നത് എന്ന് നാരദ മുനിയോട് ഭഗവാൻ പറഞ്ഞു. ഇത്രയും കേൾക്കുന്ന നാരദ മുനിക്ക് ആ ഭക്തനോട് വളരെ വലിയ സ്നേഹവും വളരെ വലിയ രീതിയിലുള്ള ബഹുമാനവും തോന്നുകയാണ്. അദ്ദേഹത്തിന് ഭഗവാനോടുള്ള വിശ്വാസവും ത്യാഗവും എത്രയുണ്ട് എന്നത് നാരദ മുനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഭഗവാൻ ആ ക്ഷണം തന്നെ ഭക്തന് മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് വളരെ വലിയൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള വിശ്വാസം ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയുണ്ട്, പക്ഷേ ഭഗവാനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ആ ഭക്തിക്ക് അവിടെ ഒരു പ്രാധാന്യം ഇല്ലാതെ ആവുകയാണ്. നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ പല സമയങ്ങളിൽ നമുക്ക് ഭഗവാനോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിലെല്ലാം ഈ ഒരു കഥയെ നിങ്ങൾ സ്മരിക്കേണ്ടതാണ്. എപ്പോഴാണെങ്കിലും ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പിന്നെ ഭഗവാന്റെ നാമസങ്കീർത്തനം അത് വളരെയധികം മുഖ്യമാണ്. എന്നും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ഭജിച്ചോളൂ. ഭഗവാന്റെ നാമം ചെല്ലാൻ അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല. നമുക്ക് കുറൂരമ്മയുടെ കഥ അറിയാലേ. അമ്മ പുറത്തായിരിക്കുന്ന സമയത്തടക്കം അമ്മ ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ചെല്ലാറുണ്ട്. ഭഗവാൻ അതിന് ഒരു തരത്തിലുള്ള കോപമോ ഒരു തരത്തിലുള്ള ക്രോധമോ ഉണ്ടാവാറില്ല. മറിച്ച് മേലേടത്ത് ഉണ്ണിയായി അമ്മയോടൊപ്പം പോയി നിൽക്കുകയാണ് ചെയ്തത് ഭഗവാൻ. അടുത്തതായിട്ടുള്ളത് ഭഗവാന്റെ സ്മരണ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു കാര്യം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഭഗവാനെ പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമൈക്കൊള്ള, ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമൈക്കൊള്ള, ഊരളിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ് കണ്ണനെ, ഊരളിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ് തായേ തവം செய்தனே யசோதா எங்குமிரே பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனே.